ഒടുവിൽ ആ നെഞ്ചുനീറും സത്യങ്ങളറിഞ്ഞ സുമിത്രയും അനിരുദ്ധും കുടുംബവിളക്ക് പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക്. കുടുംബവിളക്ക് ഒരു കിടിലൻ പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തു വന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ പ്രേക്ഷകർ ഇത്രയും നാൾ രണ്ടാം ഭാഗം തുടങ്ങിയിട്ട് ഇത്രയും നാൾ കാത്തിരുന്ന ആ ഒരു അമ്മ മകൻ കണ്ടുമുട്ടൽ, അതിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു അടുത്ത പ്രൊമോ. അപ്പം നമ്മുടെ സിദ്ധാർത്ഥൻ്റെ PA നമ്മുടെ അനിരുദ്ധിനെ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് അനുനയിപ്പിച്ച്, പക്ഷേ സുമിത്ര ഉണ്ടെന്നുള്ള കാര്യമാണ് ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. സിദ്ധാർത്ഥനെ കാണാനെന്ന പേരിലാണ് അയാൾ സുമിത്രയുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അനിരുദ്ധ് ഇങ്ങനെ ആ സിദ്ധാർത്ഥനെ ഫേസ് ചെയ്യാനുള്ള ഒരു മടി കൊണ്ടിങ്ങനെ ആ വീട്ടിൽ കയറിയിട്ടും ഇങ്ങനെ മുഖം കൊടുക്കാതെ ഇങ്ങനെ ഒരു ദേഷ്യത്തോടു കൂടി തന്നെ നിൽക്കുകയാണ് സിദ്ധാർത്ഥനെ കാണാൻ വേണ്ടി. അപ്പോഴാണ് നമ്മുടെ സുമിത്ര പെട്ടെന്ന് നോക്കുമ്പോൾ തൻ്റെ മകൻ അപ്പുറത്തെ മുറിയിൽ നിൽക്കുന്ന ഒരു രംഗം കാണുന്നത്. അപ്പോൾ ഇങ്ങനെ വിമ്മി ആ ഒരു വാക്കുകൾ പോലും വരുന്നുണ്ടായിരുന്നില്ല മകനെ വിളിക്കാൻ വേണ്ടി. അനിരുദ്ധ് എന്നും പറഞ്ഞിങ്ങനെ ആ ഒരു വെമ്പൽ കൊണ്ട് സുമിത്ര വിളിക്കുകയായിരുന്നു. ശേഷം നമ്മുടെ അമ്മയും മകനും കൂടി ആ ഒരു കാണുന്നതും കെട്ടിപ്പിടിക്കുന്നതും കരയുന്നതും ഒക്കെ തന്നെ ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കുടുംബവിളക്കിൽ കാണാൻ സാധിക്കുന്നത്. ശേഷം നമ്മുടെ അനിരുദ്ധിനോട് നമ്മുടെ ശീതൾ ചോദിക്കുന്നുണ്ട്, അമ്മ മരിച്ചെന്ന് ചേട്ടൻ്റെ അടുത്ത് ആരാ പറഞ്ഞതെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് ദീപു അങ്കിളാണ് പറഞ്ഞതെന്ന്. അപ്പോൾ ഈ സുമിത്ര ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന രംഗം കാണട്ടെ. സുമിത്രയും സിദ്ധാർത്ഥനും സരസ്വതി അമ്മയും എല്ലാവരും ഒരുപോലെ ഞെട്ടുന്നുണ്ട് ഇത് കേട്ടിട്ട്. അപ്പോൾ നമ്മുടെ സരസ്വതി അമ്മ പറയുന്നുണ്ട്, എന്തിനാണ് അവൻ ഇങ്ങനെ പറഞ്ഞത്, അവനെ എനിക്കൊന്ന് കാണണം എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മുടെ സുമിത്രയും ആ ഒരു സംഭവം കേട്ട് വളരെയധികം ഞെട്ടുന്നുണ്ട്. ദീപു എന്തിന് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞു, അതും സ്വന്തം മകൻ്റെ അടുത്ത് എന്തിനിങ്ങനെ പറഞ്ഞു എന്നൊക്കെ അറിയാൻ സുമിത്രയും ഇങ്ങനെ വെമ്പൽ കൊള്ളുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു രണ്ട് ഹൃദയങ്ങൾ, ആ വിങ്ങിപ്പൊട്ടുന്ന രണ്ട് ഹൃദയങ്ങൾ എന്തായാലും ഒരുമിച്ചിരിക്കുകയാണ്. എന്തായാലും ഇനി വരുന്ന ഒരു കിടിലൻ എപ്പിസോഡുകൾ തന്നെയായിരിക്കും. മറ്റേ നമ്മുടെ സുമിത്ര നമ്മുടെ സ്വരമോളെ കാണുന്നതും എല്ലാം തന്നെയായിരിക്കും ഇനി വരുന്ന എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന. ശേഷം നമ്മുടെ ദീപുവിനെ പിടിച്ച് കുടയുന്ന ഒരു സീനും കൂടി ഉണ്ടാവും കേട്ടോ. അതെന്തായാലും ഉറപ്പാണ്. നമ്മുടെ സുമിത്ര എന്തായാലും വെറുതെ ഇരിക്കത്തില്ല. അപ്പോൾ എന്തായാലും അതിനൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെയും ബൈ.